അങ്ങനെ നമ്മൾ എടയ്ക്കൽ കേവ്സിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വരുവാണ് വയനാട്. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ അങ്ങോട്ട് പോയപ്പോഴേ നോട്ടം ഇട്ടിട്ട് പോയൊരു സംഭവമുണ്ട്, ഇവിടുത്തെ മുളയരി പായസം. അപ്പോൾ അതൊന്ന് നമുക്ക് ട്രൈ ചെയ്യാം അല്ലേ? കഴിച്ചിട്ടില്ല. നമുക്കൊന്ന് കഴിച്ചു നോക്കാം എന്താണ് സംഭവം എന്ന്. ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളതാണെന്നൊക്കെ ആരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഉള്ളത് തന്നെ എന്തോ. നമുക്ക് കഴിച്ചു നോക്കാം വാ. അങ്ങനെ എന്തായാലും ബാംബൂ റൈസ് പായസം, മുളകരി പായസം കൊണ്ട് കുടിച്ചെടുക്കാം. ഇതുവരെ കുടിച്ചിട്ടുണ്ടല്ലോ നീ? ആദ്യമായിട്ട് കുടിക്കാൻ പോയല്ലേ? കുടിച്ചു നോക്കൂ. എന്താ ഒരു ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ. ശർക്കരയാണോ നിങ്ങളുടെ? ഇത് ഈ മുളകരി എന്ന് പറയുമ്പോ നമുക്ക് 38-40 വർഷം കൂടുമ്പോ മുള പൂത്ത അരി കിട്ടും. ഫസ്റ്റ് ഇങ്ങനെയാ കിട്ടുക. അതായത് മുളേന്റെ ആയുസ് എത്തുമ്പോഴേ മുള പൂക്കത്തുള്ളൂ. ഓക്കെ. ഇത് ക്ലീൻ ചെയ്തിട്ടാണ് അത് ഓരോ മുളയും ഇങ്ങനെ പൂത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഇതാവത്തില്ല തോന്നണല്ലേ? പൂത്ത് കഴിഞ്ഞാൽ പിന്നെ നശിച്ചു പോകും. 40 വർഷം എന്ന് പറയുമ്പോ 40 വർഷമായ ഒരു ഏരിയ ഫുള്ള് പൂക്കും. പൂത്ത് ഈ നെല്ല് താഴെ വീണ് കഴിഞ്ഞാൽ മുള നശിച്ചു. ഇത് ക്ലീൻ ചെയ്തിട്ടാണ് ഇങ്ങനെ അരി എടുക്കുന്നത്. ഗോതമ്പിന്റെ ഒക്കെ ഒരു ഇങ്ങനെയാണ് അരി ഉണ്ടാവുക. ഇത് അതിന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നതാണോ? ഇത് ആ നെല്ലിന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നതാണ്. പലയിടത്തും കണ്ടിട്ടുണ്ട് ഈ മുളകരി. കുടിച്ചിട്ടില്ല തോന്നണല്ലേ? ഇത് വെച്ച് വേറെ ഉണ്ടാക്കും. വേറെ മുളകരി വെച്ച് ചെയ്ത ബിസ്ക്കറ്റ് ഉണ്ട്. ഓക്കെ. സർ ബാംബൂ റൈസ് പായസം, സർ ബാംബൂ റൈസ് പായസം, ഹോംമേഡ് ചോക്ലേറ്റ്, ബാംബൂ റൈസ് പായസം സർ. അരിയണൊക്കെ ഇത് വെച്ച് വേറെ ചോറങ്ങനെ ഉണ്ടാക്കും. നമുക്ക് കഞ്ഞിയായിട്ട് കുടിക്കാം. പിന്നെ ഷുഗർ കൊളസ്ട്രോൾ ഉള്ളവർ വെറുതെ കഞ്ഞിയായിട്ട് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലിലേക്ക് വരും. നിയന്ത്രിക്കണം. ഇതല്ലാതെ എങ്ങനെ എവിടെ കടകളിൽ കിട്ടുമോ? ഇപ്പൊ എനിക്ക് സൂപ്പർ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നു മുളകരി വന്നു. ഇഷ്ടപ്പെട്ടാ? ബിസ്ക്കറ്റ് കൊള്ളാമോ? കൊള്ളാടാ. ഓട്സ് കുക്കീസ് കഴിക്കുന്ന ക്രിസ്പി ആയിട്ടുണ്ട് അല്ലേ? ഫുൾ ബോട്ടിൽ എങ്ങനെ റേറ്റ്? ഇത് 150 രൂപ. 150 രൂപ. മുളകരി കിലോ 600 രൂപ വരുന്നുണ്ട്. ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ആണ് അല്ലേ? ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഉണ്ട്. പിന്നെ സ്പൈസസ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. മുളകരി പായസം എല്ലാരും വരുന്നവരെല്ലാരും ശരിയാ. കച്ചവടം നല്ല കച്ചവടം നടന്നേക്കുന്നു. ഈ വീക്കെൻഡ്സിലാണോ കൂടുതൽ ആളുകൾ വരുന്നത് ഇവിടെ? തിരക്കാണോ? തിങ്കളോട്ട് വെള്ളി വരെയാണ് കയറ്റി വിടത്തില്ല മുകളിലേക്ക്. നാളെ ഓഫാണ്. അപ്പം ഇതിന്റെ ഒരു എന്താണ് ആ കേവിനെ കുറിച്ച് നമ്മൾ അവിടെ ചെന്നിട്ട് കുറച്ച് വരച്ചൊക്കെ വെച്ചേക്കുന്നുണ്ട്. എന്തെങ്കിലും ഇല്ല? ആരും ഇല്ലായിരുന്നു പറഞ്ഞില്ല. ഞങ്ങൾ ചോദിച്ചതും ഇല്ല. അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ തിരക്കായിരുന്നുണ്ടായിരിക്കും. എന്നാലും ഏകദേശം എന്തുവാണ് ഇവിടെ എടക്കലിന് പേര് വരാൻ കാരണം എടക്കല്ലിന്റെ ഇടയിൽ വരുന്ന സ്ഥലം. ഇടയ്ക്കൊരു കല്ല് അത് തന്നെ വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ്. പിന്നെ പഴശ്ശിരാജാവ് യുദ്ധ സമയത്ത് ഒളിച്ചിരുന്ന ഗുഹയാണ്. നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയില്ല? അത് പിന്നെ അവരിറങ്ങിപ്പോയ, അതായത് പഴശ്ശിരാജാവ് ഇറങ്ങിപ്പോയ ഒരു വഴിയുണ്ട് അവിടെ ഗേറ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഒരു വഴിയുണ്ട്. അതൊക്കെയാണ് ഇതിന്റെ ഐതിഹ്യം വരുന്നത്. അത് അവരുടെ ലിപികളൊക്കെയാണ്. പിന്നെ ഒരു ഫോട്ടോ ഉണ്ട്, ഒരു സ്ത്രീന്റെ ഫോട്ടോ ഉണ്ട്. അതെനിക്ക് വ്യക്തമായിട്ട് എനിക്ക് അറിയത്തില്ല. എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ. എടക്കല്ല്, അതാണ് എടക്കൽ. ഓക്കെ. മഴ പെയ്യാറുണ്ടല്ലേ ഇടയ്ക്ക്? ഇനിയിപ്പം ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ആളുകൾ. എന്നാലും മഴയത്തും വരുമെന്നു നല്ല ഇതാണ്. ഇങ്ങനെ പായസം ഒരു പായസം വേണ്ട ഒന്നും വേണ്ട. പേരെങ്ങനെ? പേരെങ്ങനെ? ജിഷ. തേൻ നെല്ലിക്ക എന്ന് പറയുമ്പോ ഇത്. നമസ്കാരം ചേട്ടാ.
ഈ തേൻ നെല്ലിക്ക എന്ന് പറയുമ്പോഴത്തേക്ക് അത് തേനിലാണോ ഇട്ട് വെച്ചേക്കുന്നത്? നെല്ലിക്ക അങ്ങനെയാണല്ലേ തേൻ? അല്ല വേണ്ട, ഞങ്ങൾക്ക് വേണ്ട, ചോദിച്ചതേ ഉള്ളൂ. ഞങ്ങൾ തിരുവനന്തപുരം ചേട്ടാ. ഓ ഇങ്ങനെ, ഓ തേൻ ഇട്ട് വെച്ചേക്കുന്ന നെല്ലിക്കയാണ്. കുരുവിക്കൂട് ഉണ്ടാക്കി എന്താ ബാമ്പൂന്റെ ആണോ ഇതെല്ലാം? ബാമ്പു കൊണ്ട് ഉണ്ടാക്കിയതാണ്. ബാമ്പുവിന്റെ ഫ്ലവർ വേസ് ആണ്. ഇതൊക്കെ എങ്ങനെയാ റേറ്റ്? ഇത് 950. 950. ഇതാ ഇതേപോലെ നമുക്ക് ഇട്ട് വെക്കാം. ഓക്കെ ശരി പെങ്ങളെന്നാ. ആ താങ്ക്സ്. പൈസ പേ ആയിട്ടുണ്ടേ. ശരി ബൈ. ചാറ്റ പറയാണ്ടിക്ക്. പായസം ഇഷ്ടപ്പെട്ടോ? ഇതപ്പോൾ താങ്ക് യു സോ മച്ച് പറഞ്ഞു. പിന്നെ എന്താ വെച്ചാൽ കുക്കീസാണ് ബിസ്ക്കറ്റ് കൂടുതൽ ഇഷ്ടപ്പെട്ടു അല്ലേ? ചിപ്സ് വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ ചിപ്സും വാങ്ങിച്ചു. കൊള്ളാം, എല്ലാ ചിപ്സ് കൊള്ളാം. ഇപ്പൊ കടയുടെ പേര് മറക്കണ്ട, വയനാടൻ ചിപ്സ്. താങ്ക് യു സോ മച്ച്. ഇപ്പൊ അടക്കുന്നില്ല. അപ്പൊ താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ടേക്ക് കെയർ. ഉമ്മ പെട്ടെന്ന് മഴയെന്ന് എവിടെ പോണം?